പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 5 കിരീടങ്ങളെയാണ്. 5 കിരീടങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ജീവിതത്തോട് എപ്പോഴും ചേർത്ത് വെക്കേണ്ട 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വാചകങ്ങളാണ്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയുന്ന 5 വാചകങ്ങൾ. അതിന് മഹത്തുക്കൾ പേരിട്ടത് കിരീടമെന്നാണ്. നമ്മൾ സാധാരണ ദിക്റുകൾ പറയാറുണ്ടല്ലോ, ഒരുപാട് ദിക്ർ പറയാറുണ്ട്, ഒരുപാട് ദുആ പറയാറുണ്ട്, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. പക്ഷേ ഈ നമ്മൾ പറയുന്ന ദുആകളിൽ, നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാറുകളിൽ, നമ്മൾ പറയുന്ന തസ്ബീഹുകളിൽ, നമ്മൾ പറയുന്ന ദുആകളിലൊക്കെ ഒരു കിരീടമുണ്ട്. ഒരു മുന്തിയ ഒരു ദിക്ർ ഉണ്ടാകും, മുന്തിയ ഒരു ഇസ്തിഗ്ഫാർ ഉണ്ടാകും, കിരീടം വെച്ച ആളുണ്ടാകും. ഈ 5 കിരീടങ്ങളെ നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും കിട്ടും. നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാൽ മനസ്സിലാകും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട 5 കിരീടങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് താമസിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നുപോകരുത്, ജീവിതത്തിൽ ഇത് നിത്യമാക്കാൻ വിട്ടുപോകരുത്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ ബന്ധുമിത്രാദികളിലും ഒക്കെ നിരവധി ആളുകൾ മരണപ്പെട്ടു പോയവരാണ്. പടച്ചവൻ എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബം, അല്ലേ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. 5 കിരീടങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. 5 കിരീടങ്ങൾ. എന്താണ് കിരീടം? കിരീടം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആളുകൾ നിൽക്കുന്നു, ആളുകൾക്കിടയിൽ ഒരാളുടെ തലയിൽ മാത്രം ഒരു കിരീടം ഉണ്ട്, ഒരു കിരീടം വെച്ചിട്ടുണ്ട്. കിരീടത്തിന് അറബിയിൽ പറയുന്ന പേര് താജ് എന്നാണ്. താജ് എന്നാണ് കിരീടത്തിന് അറബിയിൽ പറയുന്ന പേര്. അപ്പോൾ ഒരാളുടെ തലയിൽ മാത്രം താജുണ്ട്, കിരീടമുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അയാൾക്ക് മറ്റുള്ളവരിൽ നിന്നും എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അല്ലേ? സാധാരണ രാജാക്കന്മാർ, സുൽത്താൻമാരാണല്ലോ കിരീടം വെക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ആളുകളെയൊക്കെ ഭൗതികമായി നിയന്ത്രിക്കുന്ന ആൾ മൂപ്പരാണ്, അല്ലേ? മൂപ്പരുടെ കീഴിലുള്ളവരാണ് ബാക്കിയുള്ളവർ. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, അതുപോലെ തന്നെ തസ്ബീഹുകളുണ്ട്, ദുആകളുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഓരോന്നിനും ഓരോ കിരീടമുണ്ട്. ഇപ്പോൾ ദിക്റുകളുടെ കിരീടം വേറെയാണ്. ദിക്റുകളുടെ കൂട്ടത്തിൽ കിരീടമുള്ളത് ഒരു ദിക്റിനാണ്. തസ്ബീഹുകളുടെ കൂട്ടത്തിൽ കിരീടമുള്ളത് ഒരു തസ്ബീഹിനാണ്. ദുആകളുടെ കൂട്ടത്തിൽ കിരീടമുള്ളത്, അതായത് ഏറ്റവും മുന്തി നിൽക്കുന്ന ദുആ ഒരു ദുആയാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ ഒരുപാടുണ്ട്. ഇസ്തിഗ്ഫാറുകളിൽ കിരീടം വെച്ചിട്ടുള്ള ഇസ്തിഗ്ഫാർ വേറെയാണ്. അപ്പോൾ 5 കിരീടങ്ങളെയാണ്, 5 താജുകളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തേത് താജു ദിക്ർ, ദിക്റുകളുടെ കിരീടം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ദിക്റുണ്ട്. ഏതാണത്? നമ്മളൊക്കെ സ്ഥിരമായി ചൊല്ലുന്നതാണ്. ഒരു മനുഷ്യൻ താജു ദിക്ർ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ കടലിൻ്റെ നുരയോളം, കടലിൻ്റെ പത, കടലെന്ന് പറഞ്ഞാൽ എത്രയാ, അല്ലേ? എത്രയാ കിടക്കുന്നത്? ഭൂമിയിലെ 2/3 ഭാഗവും വെള്ളമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ വെറുതെ വെള്ളമല്ല, ഇങ്ങനെ കടല അരച്ചിരച്ചിങ്ങനെ വരുന്ന എത്രയോ കുമിളകൾ, കടലിൽ എത്രയോ പതകൾ, എത്രയോ നുരകൾ, എത്രയോ തിരമാലകൾ. ആ എണ്ണത്തിനനുസരിച്ച് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. എന്താ? ഈ ദിക്ർ, താജു ദിക്റിൻ്റെ പവർ കൊണ്ട്. ഇത്രയും മഹത്വമുള്ളത് കൊണ്ടാണ് ഈ ദിക്റിന് മഹത്തുക്കൾ താജു ദിക്ർ എന്ന പേര് കൊടുക്കാനുള്ള കാരണം. ദിക്റുകളുടെ കിരീടം വെച്ച ആൾ എന്നർത്ഥം വരുന്ന ഒരു ദിക്ർ. ഈ ദിക്ർ പറഞ്ഞാൽ എന്താ നേട്ടം? കടലിൻ്റെ നുരയോളം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല പുറത്തു തരും. മാത്രമല്ല ഒരുപാട് നേട്ടമാണ്, ഒരുപാട് നേട്ടങ്ങൾ, ലക്ഷക്കണക്കിന് പാപങ്ങൾ, തെറ്റുകൾ അല്ലാഹു തആല പൊറുക്കുമെന്നാണ്.
ഏതാണ് ആ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്ന് പറഞ്ഞേ, ഒരു 3 വട്ടം പറഞ്ഞ് ഇപ്പൊ തന്നെ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരണം. മാത്രമല്ല ഈ താജു ദിക്ർ, ഈ ദിക്റുകളുടെ കിരീടം വെച്ച ഈ ദിക്റിനെ നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ഈ ദിക്ർ പറഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടണം. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു വട്ടം കൂടി, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അർത്ഥം എന്താണ്? ആരാധനക്കർഹൻ അല്ലാഹുവേ, നീയല്ലാതെ മറ്റാരുമില്ല, നീ ഏകനാണ്, നിനക്ക് ഒരു പങ്കുകാരുമില്ല, നിനക്കാകുന്നു സർവ്വ അധികാരങ്ങളുമുള്ളത്, നിനക്കാകുന്നു എല്ലാ വിധത്തിലുള്ള ഹംദുകളുമുള്ളത്, അല്ലാഹുവേ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതാണ് ആ ദിക്റിന്റെ അർത്ഥം. അപ്പൊ താജു ദിക്ർ കഴിഞ്ഞു. ഇനി അടുത്തത് താജു തസ്ബീഹ്, തസ്ബീഹുകളുടെ കിരീടം എന്നറിയപ്പെടുന്ന, കിരീടം വെച്ച തസ്ബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തസ്ബീഹുണ്ട്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പത്നിയാകുന്ന ജുവൈരിയ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദിക്ർ കൂടിയാണ്, ഒരു തസ്ബീഹാണിത്. ഒരുപാട് നേട്ടം, ഒരുപാട് പ്രതിഫലം. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് അവനെ ആനയിക്കപ്പെടും. ദുന്യാവിൽ തന്നെ അവനിക്ക് ഒരുപാട് നിരവധി നേട്ടങ്ങൾ കിട്ടും. പ്രശ്നപ്രയാസങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ ഒരു തസ്ബീഹ്, താജു തസ്ബീഹ്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. എത്രയാ നേട്ടം, എത്രയാ നേട്ടം! അല്ലാഹുവേ പടച്ചവനെ, നിനക്കാകുന്നു എല്ലാ വിധത്തിലുള്ള ഹംദുകളും, അല്ലാഹുവേ നിനക്കാകുന്നു എല്ലാ വിധത്തിലുള്ള ഉന്നതികളും, എല്ലാ മഹത്വങ്ങളും. റബ്ബേ നിനക്കാകുന്നു. നിന്റെ കെലിമത്തുകളുടെ എണ്ണത്തിനനുസരിച്ച്, അതുപോലെ തന്നെ നിന്റെ അടിമകൾ, നിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ അല്ലാഹുവേ നിനക്കാകുന്നു എല്ലാ വളർമകളും, എല്ലാ സ്തുതികളും ഒക്കെ നിനക്കാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ ഒരു തസ്ബീഹ് മറന്നു പോവണ്ട. അതായത് താജു തസ്ബീഹ്, തസ്ബീഹുകളിൽ കിരീടം വെച്ചത് ഇതാണ്. ഇനി അടുത്തത് താജു ദുആ, ദുആകളിൽ കിരീടം വെച്ച ദുആ. അതേതാണ്? ദുആകളിൽ കിരീടം വെച്ച, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾ ഒരു കിരീടം തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അയാൾക്ക് അല്പം പദവിയുണ്ട്. അപ്പോൾ ദുആകളിൽ ഏറ്റവും ഉന്നതമായ ദുആ അതേതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എത്രയോ നേട്ടമെന്നറിയോ ദുആക്ക്. ഈ വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ടോ ഈ കൂട്ടത്തിൽ? അല്ലേ? ഒരുപാട് സഹോദരങ്ങൾ കല്യാണപ്രായമായി 10, 25, 27, 28, 29, 30 വയസ്സായി, 30 വയസ്സ് കഴിഞ്ഞു, കല്യാണം ശരിയായിട്ടില്ല. ഈ ദുആ നിത്യമാക്കിക്കോ. നിത്യമാക്കെന്ന് പറഞ്ഞില്ല, അമിതമാക്കിക്കോ എന്നാണ്. ഈ ദുആ നിത്യമായി പറഞ്ഞോ എന്നല്ല, അമിതമായി പറഞ്ഞോ, ഒരുപാട് വട്ടം പറഞ്ഞോ. ഈ ദുആ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മൾ നിയ്യത്താക്കിയിട്ട് ഒരുപാട് വട്ടം പറയും. കാരണം ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിന, നീ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഹോശാരമായി നീ തരണം. ഫിദ്ദുന്യ, ആദ്യം ദുന്യാവിൽ ജീവിച്ചിട്ടല്ലേ ആഖിറത്തിലേക്ക്. അപ്പോൾ ദുന്യാവിൽ തരണം. ഹസനത്തൻ, നന്മ തരണം. ഈ ഹസനത്തൻ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നന്മ തരണം, നല്ല കുടുംബം തരണം. പെണ്ണിന് നല്ല ഭർത്താവ്, ആണിന് നല്ല ഭാര്യ, നല്ല സാമ്പത്തികം, നല്ല വാഹനം, നല്ല വീട്, നല്ല മക്കൾ, നല്ല ആരോഗ്യം, എല്ലാ നല്ല കാര്യവും ഈ ഒരു വാക്കിൽപ്പെടും. റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ. അല്ലാഹുവേ, ദുന്യാവിൽ എന്തൊക്കെ ഹസനത്തുണ്ടോ, എന്തൊക്കെ നന്മാത്തുകളുണ്ടോ, നന്മയുണ്ടോ, മുഴുവനും തരണം. മാത്രമല്ല വഫിൽ ആഖിറത്തി, ആഖിറത്തിലോ ഹസനത്തൻ, നന്മ തരണം. വിചാരണ എളുപ്പമാവണം, ശിക്ഷയുണ്ടാവരുത്, അല്ലേ? ഇനി വിചാരണ ഇല്ലാതെ സ്വർഗത്തിൽ കിടക്കണം, സിറാത്ത് പാലം വേഗത്തിൽ കിടക്കണം, നന്മയും തിന്മയും എഴുതിയ കിതാബ് വലത് കയ്യിൽ കിട്ടണം, മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴണം, അല്ലേ? സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടണം. അതൊക്കെയാണല്ലോ നമുക്ക് ആഖിറത്തിലെ നന്മ എന്ന് പറഞ്ഞാൽ. അത് തരണം. പിന്നെയോ വഖീനാ അദാബന്നാർ. പടച്ചോനെ, ഇതൊക്കെ തരുന്നതോടൊപ്പം തന്നെ കത്തിക്കാളുന്ന നരകത്തെ കണ്ണുകൊണ്ട് പോലും കാണുന്ന ഒരവസ്ഥ തരല്ല റബ്ബേ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ.
എന്താ ഈ ദുആഇൻ്റെ ശ്രേഷ്ഠത? നമ്മളൊക്കെ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ, അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയല്ല, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ അതൊക്കെ നേടിയെടുക്കണമെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദുആ പറയണം കേട്ടോ. അപ്പോൾ താജ് ദുആയാണിത്, ദുആകളിൽ കിരീടം വെച്ചതാണ് ഈ ദുആ. ഇനി അടുത്തത് താജു തഹ്സീൻ. നമുക്കൊരു കാവൽ കിട്ടാൻ, നമുക്കൊരു പ്രതിരോധം കിട്ടാൻ, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദിക്റുകൾ, തസ്ബീഹ് എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ തലതൊട്ടപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതൊരു മനുഷ്യൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പറയുക, അതുപോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പറയുക, 3 വട്ടം വീതം. സുബഹി നമസ്കാരത്തിന് ശേഷം മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഒരാൾ ഇത് പറഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടം എന്താ? ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാ വിപത്തുകളെ തൊട്ടുള്ള കാവൽ. ആകാശത്തിൽ നിന്നും വിപത്ത്, ഭൂമിയിൽ നിന്നും വിപത്ത്. ഈ 2 സ്ഥലങ്ങളിൽ നിന്നല്ലാതെ വിപത്ത് എവിടെ? ഭൂമിയിൽ നിന്നാണല്ലോ. മനുഷ്യനിൽ നിന്നും അതുപോലെ പൈശാചികമായ ഉപദ്രവമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഭൂമിയിൽ നിന്നാണ്. ആകാശത്തിൽ നിന്ന് പറഞ്ഞാൽ കുത്തിച്ചൊരിയുന്ന മഴ, അതൊരു അദാബാകും, അല്ലെങ്കിൽ ഇടിമിന്നലേക്കുക, അല്ലേ? അപ്പോൾ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഈ 2 സ്ഥലത്ത് നിന്നുള്ള ഉപദ്രവങ്ങൾ, ഷർറുകൾ, മുസീബത്തുകൾ, അതിനെ തൊട്ടുള്ള കാവൽ ചോദിച്ചിട്ടുള്ള ഒരു വല്ലാത്തൊരു വാക്കാണിത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതും പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞും അതുപോലെ തന്നെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞും നമുക്ക് ഈ ഒരു വാചകം പറയാം. ഇനി അടുത്തത് താജുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറുകളുടെ കിരീടം വെച്ച ആൾ. ഇസ്തിഗ്ഫാറുകൾ ഒരുപാടുണ്ട്. ആ ഇസ്തിഗ്ഫാറുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ളത്, കിരീടം വെച്ചത്, നേതാവായത് എന്നൊക്കെ അർത്ഥമുള്ള ഇസ്തിഗ്ഫാർ അതേതാണ്? സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. താജുൽ ഇസ്തിഗ്ഫാർ എന്നും ഈ ഒരു ഇസ്തിഗ്ഫാറിന് മറ്റൊരു പേരുണ്ട്. ഏതാണത്? اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ പ്രത്യേകം വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പൊതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങളും മഹത്വങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പോൾ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന് മറ്റൊരു പേരുണ്ട്, താജുൽ ഇസ്തിഗ്ഫാർ, കിരീടം വെച്ച ഇസ്തിഗ്ഫാർ, അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറുകളിൽ കിരീടം വെച്ച ആൾ എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഇസ്തിഗ്ഫാർ. അല്ലാഹുവേ, ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ എന്താ നേട്ടം എന്ന് പറയും. ചുമ്മാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്, അല്ലേ? പാപം പൊറുക്കുക മാത്രമല്ലല്ലോ, ഒരാൾ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമല്ല ഇസ്തിഗ്ഫാർ പറയേണ്ടത്, മറിച്ച് അവനക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പൊതുവായ ശിക്ഷകളുണ്ടല്ലോ, സുനാമി, ഉരുൾപൊട്ടൽ, പകർച്ചവ്യാധികൾ, അതിന് തൊട്ടുള്ള കാവൽ അല്ലാഹു തആല കൊടുക്കുമെന്നാണ്. മാത്രമല്ല നമ്മുടെ ഉപജീവനത്തിൽ ബറക്കത്തുണ്ടാകും. നമ്മുടെ കച്ചവടം, ജോലി, നമ്മുടെ വാഹനം, വീട്, മക്കൾ, എല്ലാത്തിനും അല്ലാഹു തആല വലിയൊരു സന്തോഷം തരും. ഇസ്തിഗ്ഫാർ അമിതമായ നാട്ടാ ഞാൻ പറഞ്ഞു. അമിതമായെന്ന് പറഞ്ഞാൽ 1 2 അല്ല, ഒരുപാട് കണ്ടു പറയുക. എത്ര പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞു. പിന്നെയോ മാത്രമല്ല, മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ മാറാൻ, എപ്പോഴും ഒരു മനസ്സിന് സന്തോഷവും റാഹത്തും ഉണ്ടാവാൻ, അസ്വസ്ഥതകൾ, ടെൻഷനൊക്കെ മാറാൻ, ക്ലേശം, ദുഃഖം, സങ്കടം, കടം, അതൊക്കെ മാറാൻ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാലും മതി. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞ സയ്യിദുൽ ഇസ്തിഗ്ഫാർ അത് നമ്മൾ പറയുന്നതോടെ നമുക്ക് ഈമാൻ അധികരിക്കുമെന്നാണ്. പിന്നെയോ മാത്രമല്ല, സിറാത്ത് പാലം വേഗത്തിൽ കടക്കാൻ, നല്ല മരണം കിട്ടാൻ, അല്ലേ? മരണസമയത്ത് മലക്കുകൾ വന്നിട്ട് സ്വർഗം കണ്ടു സന്തോഷ വാർത്ത അറിയിക്കപ്പെടാൻ ഒക്കെ നമുക്ക് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാരണമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 5 കിരീടങ്ങളെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്, അല്ലേ? താജു ദിക്ർ അതേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് താജു ദിക്ർ. താജു തസ്ബീഹ് അതേതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. താജു ദുആ
റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അതുപോലെ താജു തഹ്സീൻ, പ്രൊട്ടക്ഷൻ, നമുക്ക് എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള ഒരു കാവൽ കിട്ടുന്ന വാക്കുകളിൽ ഏറ്റവും മുന്തിയ വാക്ക് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അതുപോലെ തന്നെ താജുൽ ഇസ്തിഗ്ഫാർ എന്നറിയപ്പെടുന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ആണ്. അത് നമ്മളൊക്കെ പഠിച്ചതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ 5 കിരീടങ്ങളെ നമ്മുടെ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് വിജയം ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് സുനിശ്ചിതമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവിധത്തിലുള്ള നിഅമാത്തുകളും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. എല്ലാ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവലും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ റബ്ബ് ഹാസിലാക്കി തരട്ടെ. എല്ലാ സന്തോഷവും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.